ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MG ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി പൊട്ടറ്റോ ചീസ് ബോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് അടച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മസാലകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനെ നമുക്ക് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ഒരു മീഡിയം വലുപ്പമുള്ള ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി ഇളക്കി നമുക്കൊരു സവാള ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം നമ്മുടെ സവാളൊക്കെ ചെറിയ രീതിയിൽ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ കിഴങ്ങെല്ലാം ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില, കറിവേപ്പില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് കായം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംബ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഓരോ ചെറിയ ബോൾസായിട്ട് നമുക്കിത് ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും ഇതേപോലെ ചെറിയ രീതിയിൽ പരത്തിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ചീസ് വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ചീസ് മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഉരുട്ടി ബോൾസാക്കി നമുക്കെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതേപോലെ നമ്മളിത് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മാവ് തയ്യാറാക്കുന്നതിനായി 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, മാവിന് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറേശ്ശെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് ഒരുപാട് ലൂസ് ആവാനും അതുപോലെ തന്നെ ഒരുപാട് തിക്കാവാനും പാടില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് ബ്രെഡ് ക്രംബ്സിൽ മുക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. ശ്രദ്ധിക്കുക, തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇതേപോലെ ഒരു സൈഡ് ചെറിയ രീതിയിൽ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്പി പൊട്ടറ്റോ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റെസിപ്പികൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.